മമ്മൂട്ടിയുടെ മീറ്ററിലാണ് ജീവിതത്തിൻ്റെ ക്രമം എപ്പോഴും ഉള്ളത്. മമ്മൂട്ടി പ്രേമം പറയുന്ന പോലെ പ്രേമം പറയുന്ന, മമ്മൂട്ടി കരയുന്ന പോലെ കരയുന്ന, മമ്മൂട്ടി നൃത്തം ചെയ്യുന്ന പോലെ നൃത്തം ചെയ്യുന്ന ഒരാളാണ് ഒരു മലയാളി പുരുഷൻ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒരുപാടേറെ അത്ഭുത കാഴ്ചകൾ നമുക്ക് സ്ക്രീനിൽ തന്ന മമ്മൂട്ടിയെക്കുറിച്ച് നാം എപ്പോഴും പറയാറുള്ള ഒരു പരാതി മമ്മൂട്ടിക്ക് ഭംഗിയിൽ നൃത്തം ചെയ്യാൻ അറിയില്ല എന്നാണ്. ഇത്രമാത്രം അത്ഭുതങ്ങൾ തിരശീലയിൽ ആവിഷ്കരിച്ച ഒരാൾക്ക് നൃത്തവും അഭിനയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നൃത്തം മമ്മൂട്ടിക്ക് വഴങ്ങാത്ത ഒന്നാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് മലയാളി മധ്യവർഗ പുരുഷ ജീവിതത്തിൻ്റെ നൃത്തം എങ്ങനെയാണ് എന്ന് പഠിച്ച് അതിനെ സ്ക്രീനിൽ ആവിഷ്കരിക്കാനാണ് മമ്മൂട്ടി ശ്രമിച്ചത് എന്നാണ് മമ്മൂട്ടിയുടെ നൃത്തം കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത്. അടിമുടി മമ്മൂട്ടിയുടെ മീറ്ററിലാണ് നമ്മളുടെ ജീവിതം കടന്നു പോകുന്നത്. ലാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഐ ലവ് യു എന്ന് അലറി വിളിച്ച് മോഹൻലാൽ ഓടുന്ന ഒരു ഓട്ടം ജീവിതത്തിൽ നമുക്ക് ഓടാൻ കഴിയില്ല. മോഹൻലാൽ കരയുന്ന ഒരു കരച്ചിൽ. അപ്പോൾ ലാലിനെ പോലെ പ്രേമം പറയാൻ കഴിയാത്ത, ലാലിനെ പോലെ നൃത്തം ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിതം എപ്പോഴും ലാലിനെ സ്വപ്നം കണ്ടിരുന്നു. മമ്മൂട്ടി നാം ജീവിക്കുന്ന ജീവിതവും മോഹൻലാൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമാണ്. പാർവതി തിരുവോത്ത് ഒരിക്കൽ കസബ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നടത്തിയ ഒരു വലിയ വിമർശനമുണ്ട്. എനിക്ക് ആ വിമർശനത്തോട് സത്യത്തിൽ വിയോജിപ്പാണ്. കാരണം കസബയിലെ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് അടിമുടി വഷളനായ ഒരു പോലീസ് ഓഫീസറാണ്. കസബയിലെ വഷളൻ പോലീസ് ഓഫീസറെ വഷളന്മാരിലെ എക്സ്ട്രീമായി അവതരിപ്പിക്കുക എന്നതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നായകന് ചെയ്യാനുള്ളത് എന്ന തോന്നലാണ് എനിക്കുള്ളത്. അല്ലാതെ എപ്പോഴും രാഷ്ട്രീയ ശരികളിൽ മാത്രം ഊന്നി നിൽക്കുന്ന കഥാപാത്രങ്ങളെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഈ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ പാർവതിയും പൃഥ്വിരാജും കൂടെ അഭിനയിച്ച മൈ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തു വന്നതിന് തൊട്ട് ശേഷമാണ് ഈ വിമർശനം, കസബ വിമർശനം പാർവതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ സിനിമക്കകത്ത് പൃഥ്വിരാജിൻ്റെ ജയ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് പാർവതിയുടെ നായിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജയ്യുടെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട സമയത്ത് ഇതിനെ എത്ര യൂറോയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം രാഷ്ട്രീയമായി ശരിയുള്ളൊരു ചോദ്യമല്ല. നിങ്ങളുടെ കൂടെ കാണുന്ന ഒരു പെൺ സുഹൃത്തിനെ എത്ര യൂറോയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തേക്കാൾ മോശം ചോദ്യമൊന്നുമില്ല. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന നായിക പിന്നീട് മറ്റൊരു സിനിമയെ രാഷ്ട്രീയമായി, അപ്പോൾ ആണുങ്ങൾ സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല നവീകരിക്കപ്പെടേണ്ടത്. ഭാഷ നവീകരിക്കപ്പെടുക എന്നതിന് നാം അടിമുടി നവീകരിക്കുക എന്ന് കുറേ കൂടെ നായക പരിവേഷം നാം കൽപ്പിച്ചു കൊടുത്ത മനുഷ്യരാൽ അബ്യൂസ് ചെയ്യപ്പെട്ട, അത്തരം മനുഷ്യരാൽ മുറിവേൽക്കപ്പെട്ട ഒരുപാടേറെ പെൺകുട്ടികളുടെ ലോകമാണ് ഈ ലോകമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആണിനോളം പെണ്ണിന് ജീവിക്കാവുന്ന ഒരു ലോകമല്ല ഈ ലോകത്തിൻ്റെ കൺസ്ട്രക്ഷൻ പോലും അടിമുടി ആണുങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ലോകമാണിത്. കഞ്ചാവ് എന്ന പേര് ഈ പുസ്തകത്തിന് ഇടാനുള്ള കാരണം എൻ്റെ കുട്ടിക്കാലം മുതലേ ലഹരിയുടെ പേര് കഞ്ചാവ് എന്നാണ്. ലോകം ഒരുപാടേറെ പുതിയ ലഹരി മരുന്നുകളിലേക്കൊക്കെ വളർന്നു പോയിട്ടുണ്ട് എങ്കിലും എൻ്റെ കുട്ടിക്കാലത്ത് ലഹരി കഞ്ചാവായതുകൊണ്ട് കഞ്ചാവ് ഒരു എക്സ്ട്രീം പേരായി അവിടെ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു വൃക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ചെടി എന്നൊക്കെ പറയുന്ന ഒരു രൂപത്തിൽ കഞ്ചാവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ദുർബലമായ ഒരു ചെടിയാണ് കഞ്ചാവ് ചെടി എന്ന് പറയുന്നത്. അങ്ങനെ ദുർബലമായ ഒരു ചെടിയെ പറയാനല്ല ഈ പുസ്തകത്തിനകത്ത് ശ്രമിച്ചത്. എനിക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത അത്രയും തടിയുള്ള ഒരു മഹാവൃക്ഷത്തെയാണ് പറയേണ്ടത് എന്ന് ഈ പേരിടുമ്പോഴും എനിക്കുണ്ടായിരുന്നു.